സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സൗമ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ചിക്കൻ കബാബായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന അതേ വെജിറ്റബിൾ കട്ട്ലേറ്റ്. ഇത് ഏത് ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. നമുക്ക് വെജിറ്റബിൾ കട്ട്ലേറ്റിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 3 വലിയ കിഴങ്ങാണ്. ഇത് 2ആയി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് 2 വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിഴങ്ങിനോടൊപ്പം ഇതിട്ട് വേവിച്ചെടുക്കാം. ഞങ്ങളിത് ഗ്രേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇത് 3 വലിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. 3-4 അല്ലി വെളുത്തുള്ളി, ഇതും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് കറിവേപ്പില, ഇത് മല്ലിയില. അത് നിങ്ങൾക്ക് ടേസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളിതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിനി കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇത് കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്കിതിനാവശ്യമായ വെള്ളം ഒഴിക്കാം. ഇതിനി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് സവോള ഇതിനകത്തേക്ക് ഇടാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും നമുക്കിട്ട് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗണിഷ് ഒന്നും ആകണ്ട. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ മതി. ഇത് വഴലുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇടാം. നമുക്കിനി മസാലക്കൂട്ടുകൾ ഇടാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇത് വഴടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപ്പിടാം. ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഞാൻ ഇടാൻ മറന്നുപോയി. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇടാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം.
വിസിലടിക്കുന്നുണ്ട്. 3 വിസിലടിച്ച ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. വെന്ത തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങാണ്. ഇത് നമുക്ക് ആദ്യം ഉടച്ച് യോജിപ്പിക്കാം. നമുക്കിത് കൈയിട്ട് നല്ലപോലെ ഇളക്കി ഇപ്പം നമ്മൾ നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കി ഉടച്ച് യോജിപ്പിച്ച കിഴങ്ങാണ്. ഇനി നമുക്ക് മസാല ഇതിനൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ ചൂട് മാറിയതിന് ശേഷമേ ഉടയ്ക്കാവൂ. ഞാൻ ഉടച്ചപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊക്കെ പൊള്ളിയിട്ടുണ്ട്. നിങ്ങൾ അത് പരുവം നോക്കിയിട്ടേ ഉടയ്ക്കാവൂ. ഇനി നമുക്ക് മസാല ഇതിലേക്ക് ചേർക്കാം. മസാല ഇതിലേക്ക് ചെയ്ത ശേഷം നമുക്ക് നല്ലപോലെ ഉടച്ച് യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ഇടാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപ്പിനിയും ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. നല്ലപോലെ ഇളക്കി എല്ലാ മസാലയും കിഴങ്ങും എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും എല്ലാ ചേരുവകളും എല്ലാം കൂടെ നമുക്ക് എടുത്ത് ഇപ്പോൾ നല്ലപോലെ എല്ലാ ഭാഗത്തും എല്ലാം മസാലയും കിഴങ്ങും എല്ലാം നല്ലപോലെ ഉടച്ച് ചേർക്കാം. ഇതിപ്പം വെജിറ്റബിൾ കട്ട്ലേറ്റിനുള്ള മസാലയാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ബോളാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ നമുക്ക് ഈ മസാല മുഴുവനും ചെയ്ത് തീർക്കാം. ഇത് ഇന്ത്യൻ കോഫിയിലെ മെയിൻ ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് അറിയിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ കൂട്ടാണ്. ഇത് നമ്മൾ ഓരോന്നായി എടുത്ത് മൈദമാവിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിലേക്ക് മുക്കി ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പം മൈദമാവിന് വരെ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം. ഞങ്ങളിതിപ്പം പ്യുവർ വെജിറ്റേറിയനായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നും എല്ലാം അങ്ങനെ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കാണാൻ തന്നെ നല്ല കളറാണ്. അതിനെ കഴിക്കുമ്പോഴും അതിനേക്കാളും ടേസ്റ്റാണ്. അങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം.
നമ്മളിത് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് എടുക്കുമ്പോൾ ഈ കൈ വെച്ച് തന്നെ അതെടുക്കല്ല, മറ്റേ കൈ ഉപയോഗിച്ച് എടുക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി കട്ടയാകും. അങ്ങനെ നമുക്ക് ഇത് മുഴുവനും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നും ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിന് എണ്ണ ഒഴിക്കാം. പാത്രം ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. ചൂടായി വരുന്നുണ്ട്, നമുക്കിനി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതെല്ലാം നമുക്ക് എടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിൻ്റെ ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയതുകൊണ്ട് ഇത് സോഫ്റ്റ് ആണ്, ഇത് ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് എണ്ണയിലേക്ക് ഇട്ടിടണം. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഈ ചിലവർക്കൊക്കെ ബീട്രൂട്ട് വെച്ചുള്ള തോരന് അങ്ങനെയൊന്നും ചിലവർക്കൊക്കെ ഇഷ്ടം കാണില്ല. എന്നാൽ ഇങ്ങനെ നിങ്ങൾ ഇത് വെജിറ്റബിൾ കട്ട്ലേറ്റിനകത്ത് ബീട്രൂട്ടൊക്കെ വെച്ച് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ കഴിക്കുന്നതായിരിക്കും, കഴിച്ചു പോകും. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യണം. എല്ലാവരും ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി എടുത്ത് പ്ലേറ്റിലേക്ക് ഇടാം. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടെ എണ്ണയിലേക്കിടാം. വെജിറ്റബിൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞത്, സവോള, പച്ചമുളക്, നാരങ്ങാനീര്, കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സോസും ഉണ്ട്. ഇതും കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? ഇത് ഇന്ത്യൻ കോഫി കിട്ടുന്ന അത്രേ ടേസ്റ്റാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ സഹോദരങ്ങളെയാണ് ഞാൻ വിളിക്കുന്നത്, ഹാനോക്ക് ആൻഡ് ഹന്ന. അവരെ നമുക്ക് വിളിക്കാം. ഓക്കെ, വാ. എങ്ങനെയാണ് നമുക്ക്? സൂപ്പർ, അടിപൊളി, സൂപ്പർ, അടിപൊളി. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൈക്കണിൽ ക്ലിക്കും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണും വരെ എല്ലാവർക്കും ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.